കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഇപ്പത്തെ പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പം ഒരു ഏകാധിപത്യം പോലെയാ. എനിക്ക് എന്താണാവോ അയാളുടെ രൂപവും ഭാവവും ഈ കര 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 എന്നുള്ള ശബ്ദവും അയാൾ ആള് ശരിയല്ല. മൊത്തത്തിൽ പുള്ളിക്കാരൻ തീരുമാനിക്കുന്നു, അതങ്ങ് നടപ്പാക്കുന്നു. ആൾക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയനോ കാര്യങ്ങളൊന്നും നോക്കുന്നതായിട്ട് എനിക്ക് തോന്നണമെന്നില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ പോലും സ്റ്റേജിലാണെങ്കിൽ പോലും ഓരോ പരിപാടികൾ നടത്തുമ്പോഴാണെങ്കിൽ പോലും പുള്ളിക്കാരൻ കൽപ്പിക്കും ആൾക്കാരോട്. കാലം ഇവർക്കൊന്നും പണിയെടുക്കാൻ ഒരാളും ഇല്ലല്ലോ എന്റെ ദൈവമേ. അല്ലാതെ പുള്ളിക്കാരൻ ജനങ്ങൾക്കല്ല അധികാരം എന്നുള്ള രീതിക്കല്ലാണ്ട് പുള്ളിക്കാരന്റെ കയ്യിലാണ് അധികാരം എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ കാണിക്കുന്നത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. കമ്മ്യൂണിസം നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരാ ഇഷ്ടമല്ല. പ്രഭാകര, ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? നല്ല അഭിപ്രായമാണ്. നല്ല മന്ത്രിസഭ ഭരണമാണ്. പാവപ്പെട്ടവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ നവകേരള പരിപാടിയായാലും നല്ല പരിപാടിയാണ്. ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട്. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി കൊണ്ട് യോജിക്കണില്ല. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. ഇനിയും അടുത്ത 5 വർഷം കൂടി പിണറായി വിജയനും ഭരിക്കണമെന്നാണ് താല്പര്യം. അത് കിട്ടേണ്ടത് കിട്ടുമ്പോൾ തീർന്നോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.